Good morning, all. Good morning. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അല്ലെ? വില്ലേജ് വേസ്റ്റ് ഒക്കെ നോക്കിയല്ലോ. വായിച്ചു നോക്കിയല്ലോ. ഗുഡ് മോർണിംഗ്. എവിടം വരെയാണ് ഗൾഫിലെത്തിയെന്ന് ഐഡിയ ഉണ്ടോ? സ്പിലേജ് വേസ്റ്റ് നമ്മൾ അത്യാവശ്യം എല്ലാ സ്പിലേജ് വേസ്റ്റും എടുത്തു അല്ലേ? ഇവിടെ വലിയ ലാസ്റ്റ് കാറ് നിർത്തിയത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? നമ്മൾ പറഞ്ഞു എന്നാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് മുതൽ ഞാൻ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. പറഞ്ഞതറിയില്ല. ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കണം, അതേമാതിരി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് സ്പിലേജ് വേസ്റ്റിനെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നിർത്തിയിരുന്നു. ലാസ്റ്റ് ഒരു സെന്റൻസ് അത് തിരക്ക് പിടിച്ചാണെന്നുള്ളത് പറഞ്ഞത് നോക്കാം. Effective training and education for spillage waste management will minimize the risks and hazards related with the spillage waste in hospitals and make sure the safety of healthcare workers, patients and the environment. അതായത് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെ? നല്ല രീതിയിലാണ് സ്പിലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിലെ ആയതുകൊണ്ട് നല്ല അല്ലെ പ്രോപ്പറായിട്ട് തന്നെ സമയത്തിന് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. അത് നല്ല രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അതുകൊണ്ട് ഗുണമാണ് അല്ലെ? ആർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട ഗുണങ്ങളുണ്ട്? ആർക്കൊക്കെയാണ് ഗുണങ്ങൾ വരിക? നല്ല രീതിയിലാണ് അത് മാനേജ് ചെയ്യണമെങ്കിൽ എന്തിനൊക്കെ ഗുണകരമായ കാര്യമാണത്? പബ്ലിക്കിന് ഗുണമാണ്. പിന്നെന്താ? പേഷ്യൻസിന് ഗുണകരമാണ് അല്ലെ? അവർക്കൊന്നും രോഗങ്ങൾ വരില്ല. പിന്നെ അവിടെയുള്ള വർക്കേഴ്സിന് ഗുണകരമാണ്. പിന്നെ എൻവയോൺമെന്റ് ഗുണകരമാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും തന്നെ അത് ഗുണകരമാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടാണ് ആ സ്പിലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ എല്ലാവർക്കും തന്നെ അത് ഗുണകരമായ കാര്യമാണ്. അല്ലെങ്കിൽ പറയാം അതിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ്? എല്ലാവർക്കും അത് എഫക്ട് ചെയ്യുകയും ചെയ്യും അല്ലെ? പ്രകൃതിയെ ബാധിക്കും, അവരുടെ പേഷ്യൻസിനെ ബാധിക്കും, അതേമാതിരി തന്നെ അവരുടെ സ്റ്റാഫിനെ ബാധിക്കും, പബ്ലിക്കായിട്ടുള്ള എല്ലാവരെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ എഫക്റ്റീവ് ആയിട്ട് തന്നെ ആ കാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ആ ഒരു പോയിന്റ്, ആ ഒരു പാരഗ്രാഫ് നോട്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോഴെങ്കിലും അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നോക്കാം. എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഫോർ പേഷ്യൻസ്, വർക്കേഴ്സ് ആൻഡ് എൻവയോൺമെന്റ്. എല്ലാ സ്റ്റാഫുകൾക്കെല്ലാം നല്ല ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ അത് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ എന്താണ് നെക്സ്റ്റ്? അതിലേക്ക് പോകാം. നിങ്ങളത് നോട്ട് ചെയ്ത് കാണും അല്ലെ? എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് ഫോർ ആർക്കൊക്കെ? ഹെൽത്ത് വർക്കേഴ്സ്, പേഷ്യൻസ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം നമുക്ക്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് നമുക്ക് നിയന്ത്രണാതീതമായ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെ? നമുക്ക് തോന്നിയ മാതിരി തന്നെ ഡേഞ്ചറസോ ഹസാർഡ്സ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ഒന്നിച്ചു കൂട്ടി കത്തിക്കാനൊന്നും പാടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചുപോയി അല്ലെ? അതിന് നിയന്ത്രണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് പാലിക്കേണ്ടത്, മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഓരോ ഹോസ്പിറ്റലിന്റെയും അത്യാവശ്യ കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ വരാൻ പെർമിഷനൊക്കെ റദ്ദാക്കും, കേസുകളൊക്കെ മുന്നോട്ട് വരും, അതിനൊക്കെ ഫേസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട്. അപ്പൊ അതിൻ്റെതായ കുറെ കംപ്ലൈൻസ് അല്ലെ? അത് പാലിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്പിലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് ensuring in compliance with the environmental and public health directive. നമ്മൾ നേരത്തെ കണ്ടു
അത് പബ്ലിക്കിനും എല്ലാ ജനങ്ങൾക്കും അതേപോലെ തന്നെ പ്രകൃതിക്കും എല്ലാം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പാലിച്ച് പോകേണ്ടതുണ്ട് അല്ലെ. എന്തെങ്കിലും നിയമ നടപടികളൊക്കെ ഉള്ളത് കൊണ്ട് അത് പാലിച്ചു പോകേണ്ടതുണ്ട്. There are some important features expected of the regulatory framework and compliance for village waste management. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. നമ്മൾ മിക്കപ്പോഴും അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയും അല്ലെ. ഫെഡറലിന്റെയും അതേമാതിരി സ്റ്റേറ്റിന്റെയും നിയമ നടപടികളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അത് എപ്പോഴാണ് ശരിക്കും പറയാറുള്ളത്? എപ്പോഴാണ്? മിക്കപ്പോഴും ഞാനത് വേസ്റ്റുകളിൽ ഓരോ വില്ലേജ് വേസ്റ്റിന്റെയും ഏതെങ്കിലും ഒരു ടൈമിൽ പറയാറുണ്ട് അല്ലെ. ഒരു ഫെഡറലിന്റെയും സ്റ്റേറ്റിന്റെയും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയും അല്ലെ. ഏത് സമയത്ത് ഏത് ടൈമിലാണ് ഞാനത് അങ്ങനെ പറയാറുള്ളത്? ഓക്കെ, ഡിസ്പോസ്. ഓക്കെ, വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അല്ലെ, ഡേഞ്ചറസ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ചില നിയമ നടപടികൾക്ക് പാലിച്ചിട്ട് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് വില്ലേജ് വേസ്റ്റ്. എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് Resource Conservation and Recovery Act and Occupational Safety and Health Administration, Bloodborne Pathogens Standard. അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ആക്ടുകളൊക്കെ ഉണ്ട് അല്ലെ. അത് ആക്ടിൽ എന്താണോ പറയുന്നത് അത് മസ്റ്റായിട്ടും ആ ഹോസ്പിറ്റലുകാർ ഫോളോ ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾക്ക് നിയമങ്ങൾ എന്ന് പറയുന്നത് അത് വളച്ചൊടിക്കാനൊന്നും പാടുള്ളതല്ല അല്ലെ. നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ നിയമങ്ങളെ പാലിക്കാൻ ഓരോ പൗരനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് പാലിച്ചു പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിന്റെ നിയമനം ഫോളോ ചെയ്യാൻ കുട്ടികൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലില് പബ്ലിക്കായിട്ടുള്ള ഇതുകളോട് പൊരുത്തപ്പെടേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ നിയമങ്ങൾ പാലിച്ചു പോകാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു ആക്ടിന്റെ പേരാണ് RCR. RCR എന്ന് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ് അല്ലെ. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. അതായത് റിസോഴ്സുകൾ അത് എങ്ങനെയാണ് നമുക്കറിയാം. പലതരത്തിലുള്ള റിസോഴ്സുകൾ ഉണ്ടല്ലേ. വെള്ളമാണെങ്കിലും വായു ആണെങ്കിലും പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് അർഹതപ്പെട്ടവരാണ്. പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെ. ആക്ട് പറയുന്ന മാത്രമേ കാട് വെട്ടി നശിപ്പിച്ച് കളയാനുള്ള അർഹത ഒരാൾക്കും ഇല്ല എന്ന് പറഞ്ഞ മാത്രമേ പൊല്യൂഷൻ അല്ലെ പ്രകൃതിയിൽ മലിനീകരണമാക്കപ്പെടുത്താൻ ഹോസ്പിറ്റൽ ആണെങ്കിലും അത് പ്രകൃതിയെ മലിനമാക്കപ്പെടുത്താനുള്ള അവകാശമൊന്നും ഹോസ്പിറ്റലിനും ഇല്ല അല്ലെ. അപ്പൊ ആക്ട് എന്താണ് പറയുന്നത് ആ ആക്ട് ഫോളോ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ഹോസ്പിറ്റലും ബാധ്യസ്ഥരാണ്. അതിന്റെ ഒരു ആക്ടിന്റെ പേരാണ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. വീണ്ടും പറയുന്നുണ്ട് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അതായത് അവിടുത്തെ വർക്കേഴ്സ് നമുക്കറിയാം മനുഷ്യരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആണ് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് ഉപയോഗപ്രദമാകുന്നത്. അവിടെയുള്ള ഡോക്ടേഴ്സ് നഴ്സുമാർക്ക് എല്ലാവർക്കും എന്താണ് അവരുടെ സുരക്ഷ ആവശ്യമാണ് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്നും നമുക്കറിയാം ഇപ്പൊ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ ന്യൂസ് കേൾക്കാറുണ്ട് ഡോക്ടറെ ആക്രമിച്ചു എന്നൊക്കെ ഉള്ള ന്യൂസ് ഒക്കെ കേൾക്കും അല്ലെ. അപ്പൊ വർക്കേഴ്സിന് സുരക്ഷ കൊടുക്കാനായിട്ടുള്ള ആക്ടാണ് എന്തെന്ന് പറയുന്നത് എന്താണ് OSH, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അവിടെയുള്ള വർക്കേഴ്സിന് സുരക്ഷ കൊടുക്കുന്ന ആക്ടാണ്. ആക്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ ഏതൊരു ഹോസ്പിറ്റലും ബാധ്യസ്ഥരാണ്. ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അത് വിവരിക്കുന്നുണ്ട്. അതായത് ബ്ലഡിൽ കൂടെ രോഗമാണ് വരുന്നത്. എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നവരെ അത് ഏത് രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയമ നടപടികളൊക്കെ അതിലുണ്ടാവും. അപ്പൊ അതെല്ലാം ഫോളോ ചെയ്യാനായിട്ടും ഈ ഹോസ്പിറ്റലുകാരും ബാധ്യസ്ഥരാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ആക്ടിൽ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് ഫോളോ ചെയ്യണം. 1-2 ആക്ടുകളുടെ പേരാണ്. ആ ആക്ടിന്റെ ഒക്കെ അബ്രിവേഷൻസ് RCR എന്നുള്ളത് അത് എക്സ്പാൻഡ് ചെയ്ത ഹോംവർക്കൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവുക. ഏതാണ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് RCR. മറ്റൊരു ആക്ടിന്റെ പേരാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. 2 പോയിന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ.
അതായത് നമുക്കറിയാം ഒരു ഗൈഡ് ലൈൻ, ഒരു മാനദണ്ഡമുണ്ട്. ആ ഗൈഡ് ലൈനിൽ പറയുമ്പോഴാണ്, ആ ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടുകളൊക്കെ ഫോം ചെയ്തിരിക്കുന്നത്. ആ ഗൈഡ് ലൈനിലെ മാനദണ്ഡത്തിൽ പറയുന്ന രീതിയിലാണോ ഓരോരോ ആക്ടുകൾ രൂപം കൊണ്ടിരിക്കുന്നത്. അതും എന്താണ് EPA എന്നുള്ളതും അത് നോട്ട് ചെയ്യാം. എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എൻവയറമെന്റിനെ, പ്രകൃതിയിലെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആക്ട് ആണത്, ആ ഗൈഡ് ലൈൻ ആണത്. അപ്പൊ അതും ജസ്റ്റ് നോട്ട് ചെയ്യാം. അതെന്താണോ മാനദണ്ഡത്തിൽ പറയുന്നത് അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാര് ബാധ്യസ്ഥരാണ്. EPA provides instructions for the management and disposal of dangerous waste, including spillage waste. Hospital must abide by these guidelines to keep away from fines and penalties. നമുക്കറിയാം ഈ ഗൈഡ് ലൈനിൽ പറഞ്ഞ മാതിരി തന്നെ എല്ലാ വേസ്റ്റുകളും, പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റലൈസ് വില്ലേജ് വേസ്റ്റും ഇതിൽ പെട്ടിരിക്കുന്ന ഇത് തന്നെയാണ്. അതുകൊണ്ടും ഈ ഗൈഡ് ലൈനിൽ പറയുന്ന രീതിയിൽ തന്നെ ആ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്തുണ്ടാവും എന്ന് പറയുന്നത്, എന്തുണ്ടാവും, ഇതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഞാൻ മാത്രം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അത് ബോറായിട്ട് പോകും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് മസ്റ്റായിട്ട് നമ്മൾ പാലിച്ചു പോയില്ല എങ്കിലും ഡിസീസസ് ഉണ്ടാവുന്ന മാത്രമല്ല, നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട് ഫൈന്, അല്ലെ, ഫൈൻ അടക്കേണ്ട വരും, പെനാൽറ്റി ഒക്കെ അടക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള ആക്ടുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസീസസ് ഒക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പാലിച്ചു പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ നിയമ നടപടികൾ ഉണ്ടാവും. അവർ ഫൈനും പെനാൽറ്റിയൊക്കെ ഈടാക്കിയിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഓക്കെ, പിഴ ഈടാക്കിയിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. എന്താണ് ഇതില് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ നമ്മള് 2-3 അബ്രിവിയേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് പോയി കാണും, അല്ലെ, RCR, OSH, EPA. ഓക്കെ, അതിൽ 3 ഏതെങ്കിലും ഒരെണ്ണൊക്കെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ 3 പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. RCR എന്ന് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. OSH എന്ന് പറയുന്നത് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. EPA എന്ന് പറയുന്നത് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് ആണ്. Hospital must get permits from the state and local authorities to handle and dispose of unsafe waste, including spillage waste. നമുക്കറിയാം, നമ്മൾ അതിനകത്ത് അല്ലെ, നിങ്ങൾ തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്തു എന്താണെന്നുള്ളത്. നമ്മുടെ ഡിസ്പോസൽ, അല്ലെ, വേസ്റ്റിന്റെ ആവശ്യമില്ലാത്ത ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, അല്ലെ, ആ വേസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും അതിന് ഉപയോഗിച്ച പാഡുകളാണെങ്കിലും, അതോടൊപ്പം തന്നെ ആ വേസ്റ്റ് എവിടെയെങ്കിലും നമുക്ക് വേണ്ടാതെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേസ്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളും എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ട് പറയുന്നുണ്ട്. ആ നിക്ഷേപിക്കുന്ന ഡേഞ്ചറസ് വേസ്റ്റുകളാണെങ്കിൽ, വേസ്റ്റ് ബിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബിൻ എന്നുള്ള സംഭവത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ചിലപ്പോ നമുക്കറിയാം ഒന്നിച്ച് കത്തിച്ചൊന്നും കളയാനായിട്ട് സാധിക്കില്ല. അതിന് പ്രത്യേകം വേസ്റ്റിലൊക്കെ കൊണ്ടുപോയി അത് നശിപ്പിച്ചൊക്കെ കളയേണ്ടതൊക്കെ വരും. അത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം, സ്റ്റേറ്റിന്റെയോ ലോക്കലിന്റെയോ അതോറിറ്റിയുടെ പെർമിറ്റ് വേണം. അപ്പൊ നമ്മൾ ഏത് പ്ലേസിലാണോ നമ്മുടെ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് പെർമിഷൻ വേണം. അവിടെ നമുക്കറിയാം അവിടേക്കൊക്കെയാണ് കൂടുതൽ, അല്ലെ, നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നത്, പൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ പെർമിഷൻ നേടിയിട്ട് മാത്രമേ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. Healthcare workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulations. അതായത് നമ്മൾ ഇപ്പോ ഒരു, അല്ലെ, ഒന്നും അറിയാത്ത വ്യക്തികളെ കൊണ്ട് വന്ന് ഇത്തരത്തിലുള്ള രീതിയിൽ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അവർക്ക് മതിയായ ട്രെയിനിങ് ഒക്കെ വേണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കണം അവരതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു, അല്ലെ. അപ്പൊ അവിടെ അത് തന്നെയാണ് അവിടെ പറയുന്നത്. മസ്റ്റ് ട്രെയിനിങ് അവർക്ക് അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. എന്താണ് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്തെങ്കിലും പാലിക്കേണ്ടത് ഉണ്ടെങ്കിൽ, നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് തന്നെയായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ, ഈ വേസ്റ്റിലെ കൈകാര്യമൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ്.
നമ്മൾ മിക്കപ്പോഴും എല്ലാ വില്ലേജ് വേസ്റ്റിലും കാണാറുണ്ട് അല്ലെ, ലാസ്റ്റ് ടൈമിലെ ഡോക്യുമെന്റേഷൻ ഒക്കെ കാണാറുണ്ട്. ഇതിൽ അത് തന്നെ പറയുന്നു, ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് റെക്കോർഡ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് that includes the documentation of skills, handling and disposal procedures, and any follow-up actions already taken. ഫോറസ്റ്റ് വില്ലേജ് വേസ്റ്റിലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കും അല്ലെ. അതെല്ലായ്പ്പോഴും മസ്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. മസ്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എവിഡൻസ് ആയിട്ട് അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാണ്, ഈ ആക്ട് പാലിക്കുന്നുണ്ടോ, നിയമങ്ങളൊക്കെ ഈ ഇപിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഹോസ്പിറ്റലുകാരെ പ്രൂഫായിട്ട് കൊണ്ടുവരേണ്ടത് ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകളാണ്. വില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ആ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്, ഡിസ്പോസൽ പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു അല്ലെ, എന്തെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇൻസ്പെക്ഷൻസ്, ഇത് നമ്മൾ കണ്ടായിരുന്നു, ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയത് അല്ലെ. റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീസ് ഇൻസ്പെക്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ദ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. അതായത് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ പറയുക, സ്കൂളുകളിൽ അങ്ങനെ വന്ന് വിസിറ്റ് ചെയ്ത് പോയി അല്ലെ, അവിടത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലുകളിലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊക്കെ വരിക അല്ലെ, അതൊക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ഈ ഹോസ്പിറ്റൽസ് മസ്റ്റ് റെഡി ഓഫ് ദീസ് ഇൻസ്പെക്ഷൻസ് ആൻഡ് ഹാവ് എ പ്ലാൻ ഇൻ പ്ലേസ് ടു റെക്ടിഫൈ എനി ഇൻസഫിഷ്യൻസി ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻ. ഇങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്കറിയാം. ഇൻസ്പെക്ഷൻ നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലെ, റെക്ടിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടതുണ്ട് അല്ലെ. അത് ആ പരിഹാരം നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ അതിന്റെ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് അതിന്റെ റിപ്പോർട്ടൊക്കെ വീണ്ടും സബ്മിറ്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അത് പാലിച്ചു പോകാനായിട്ട് ആ ഹോസ്പിറ്റലുകാരെ തയ്യാറാകേണ്ടതാണ്. പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ് ഹോസ്പിറ്റൽസ് ദാറ്റ് ഫെയിൽ ടു fail to abide by dangerous waste management regulations, we have to face fines, penalties and legal actions. ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തേണ്ടത് ഹോസ്പിറ്റലുകാരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇൻ കേസ് അങ്ങനെയൊന്നും തിരുത്തിയില്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എന്തുമായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, നേരത്തെ പറഞ്ഞ മാതിരി എന്തുമായിട്ട് അവരെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പിഴ അല്ലെ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ ലീഗലായിട്ടുള്ള നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് വരികയാണെങ്കിൽ അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട്. ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് കംപ്ലയൻസ് വിത്ത് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോറസ്റ്റ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ safeguarding the environment and public health and avoiding legal and financial penalties. അതായത് നമുക്കറിയാം നിയമപരമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ ഇതിനെയൊക്കെ നേരിടേണ്ടി വരും. കാരണം എന്താണ്, പ്രകൃതിയുടെ സുരക്ഷയ്ക്കും അവിടെയുള്ള വർക്കേഴ്സിന്റെ സുരക്ഷയ്ക്കും എല്ലാം തന്നെ അല്ലെ മസ്റ്റായിട്ട് നല്ല ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെ, നല്ല ഒരു മസ്റ്റായിട്ട് നല്ലൊരു രൂപരേഖയോട് കൂടിയിട്ടായിരിക്കണം വില്ലേജ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ്ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻ, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspection. അതായത് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് തന്നെ അല്ലെ, എന്തെങ്കിലും നടപടികൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഗൈഡ് ലൈൻ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടോ, അവിടുത്തെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ, എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിയമ നടപടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ അപ്ഡേഷൻ നോക്കി അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്സ്, എന്തെങ്കിലുമൊക്കെ പെർമിഷനൊക്കെ ഓരോ സമയത്തിന് അല്ലെ, ഇപ്പൊ പുതിയൊരു പ്ലാന്റ് തുടങ്ങിയാണ് അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ കൊണ്ടുവന്ന് വെക്കുകയാണ്, അപ്പൊ അതിന്റെ ഒരു പെർമിഷന്റെ ആവശ്യകതയുണ്ട്. അതൊക്കെ നേടിയിട്ടുണ്ടോ എന്നൊക്കെ വാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തും. അതേമാതിരി എല്ലാ കാര്യങ്ങളും അല്ലെ, അത് നിയമ നടപടികൾ ഗൈഡ് ലൈനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിയമ നടപടികളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തണം. എന്താണ്, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണം അല്ലെ, അവിടുത്തെ വർക്കേഴ്സിനൊക്കെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ അനുസരിച്ചിട്ടുള്ള. നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായ അപകട രീതിയൊന്നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു അപകട രീതികളും വില്ലേജ് വേസ്റ്റ് വരാനുള്ള സാധ്യതകളൊക്കെ വ്യത്യസ്തമാണെങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള സൊല്യൂഷൻസും കണ്ടെത്തി കൈകാര്യം ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്കറിയാം പണ്ട് കാലത്ത് ഉപയോഗിച്ച
വൃത്തിയാക്കുന്ന രീതിയൊന്നല്ല. ഇപ്പൊ മെഷീൻ അല്ലെ സഹായത്തോട് കൂടിയിട്ടാണ് മോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഇപ്പൊ വേസ്റ്റ് ആണെങ്കിലും അത് കൈകാര്യം ചെയ്യാനായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇല്ലേ? ഞാൻ മാത്രം പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ബ്രേക്കിൽ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ ഇല്ലേയും കൂടി ഉറപ്പ് വരുത്താനായിട്ടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാല്ലേ, നമുക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന തുറച്ച് കൈകൊണ്ട് തുറച്ച് വൃത്തിയാക്കുന്ന രീതിയൊക്കെ മാറി പുതിയ പുതിയ ടെക്നിക്കുകളായി. ഇപ്പഴാണെങ്കിൽ എന്താണ്, നമ്മുടെ മനുഷ്യന്റെയും കൂടി എഫേർട്ട് ഇല്ലാതെ മെഷീന്റെ സഹായത്തോടു കൂടിയൊക്കെ വൃത്തിയാക്കുന്ന രീതിയൊക്കെ ആയി അല്ലെ? അപ്പൊ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് മാറ്റങ്ങൾ മോഡേണായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അത് തന്നെ നമ്മൾ അപ്ഡേഷനൊക്കെ നോക്കി അല്ലെ, ഓരോന്നിനനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. എന്താണ് ഇപ്പൊ ആക്യുറേറ്റ് റെക്കോർഡ്സ്, എല്ലാ റെക്കോർഡുകളൊക്കെ കൃത്യതയോടുകൂടി തന്നെ സൂക്ഷിക്കണം. ആൻഡ് പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻ, എപ്പോഴും എന്തെങ്കിലും അല്ലെ ഇൻസ്പെക്ഷൻ പരിശോധനകളൊക്കെ വിധേയമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ തയ്യാറാകണം എന്നുള്ളതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Inspections. Regulatory agencies oversee inspections of a hospital to ensure compliance with the dangerous waste management regulations. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ റെഗുലേഷൻസ് അല്ലെ, നമ്മള് നിയമ നടപടികള് വിധേയമായിട്ട് തന്നെ ആയിരിക്കണം ഡേഞ്ചറസ് വേസ്റ്റുകൾ, അപകടകരമായ വേസ്റ്റുകളെല്ലാം അത് നമ്മൾ നശിപ്പിച്ച് കളയേണ്ടത് അല്ലെ. അത് ആ ഒരു നിയമ നടപടികൾ പാലിക്കുന്നുണ്ടോ, കംപ്ലൈൻസ് എന്ന് പറയുന്നത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എൻഷുർ അല്ലെ, അതും ഉറപ്പുവരുത്തണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഇൻസ്പെക്ഷന് വരുന്ന വ്യക്തികളാണ് അല്ലെ. ഇവര് പറയുന്ന രീതിയിൽ തന്നെയാണോ ഈ ഒരു വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത് പരിശോധിക്കുന്നത് ആരാണ്? ഏജൻസികൾ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസികളിൽ നിന്ന് വരുന്ന ഇൻസ്പെക്ടേഴ്സ് ആണ്. അവര് അത് പരിശോധിക്കുന്നുണ്ട്. Hospital must be ready of these inspections and have a plan in place to rectify any insufficiency identified during the inspection. അവര് എന്തായാലും മസ്റ്റ് ആയിട്ടും ഇത്തരത്തിലുള്ള ഇതുകൾ അല്ലെ, നമ്മള് ഇൻസ്പെക്ഷനിൽ വരാനായിട്ട് അവര് റെഡി ആയിരിക്കണം അല്ലെ, അവരെ കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റലുകാര് റെഡി ആയിരിക്കണം. അത് മാത്രമല്ല, എന്താ പറയുന്നത്, എന്തെങ്കിലും ഇൻസഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അതായത് അവരെ പരിശോധിച്ചിട്ട് തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായത് തീർച്ചയായിട്ടും ആ ഇൻസ്പെക്ഷനിൽ അവര് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനെ അറിയിക്കും. അപ്പൊ അത് അവര് കറക്റ്റ് ചെയ്യണം, റെക്ടിഫൈ ചെയ്ത് അല്ലെ ഇത് പരിഹരിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയോ? റെക്ടിഫൈ എന്ന് പറയുമ്പോൾ ശരിയാക്കണം. അത് എന്തെങ്കിലും പെനാൽറ്റീസ് പറയാം. പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ് ഹോസ്പിറ്റൽസ് ദാറ്റ് ഫെയിൽ ടു അവോയ്ഡ് by dangerous waste management regulations may have to face fines, penalties and legal actions. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും പാലിക്കുന്നില്ല എങ്കിൽ അല്ലെ, നോൺ കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ നമ്മള് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മള് നടപടികളൊന്നും പാലിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റൽസ് ദാറ്റ് ഫെയിൽ ടു അവോയ്ഡ് ബൈ ഡേഞ്ചറസ് വേസ്റ്റ്, നമുക്കറിയാം മാനുഫാക്ചേഴ്സ് പറയുന്ന സൊല്യൂഷൻ ഒക്കെ
അത്ര സമയത്തിന് അതിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അത്ര സമയം ഉപയോഗിച്ച് അണുക്കളൊക്കെ നശിപ്പിച്ച് അല്ലെ. നമുക്കറിയാം ചില സമയത്തൊക്കെ ചിലപ്പോ ചില ഡിപ്പാർട്ട്മെന്റിന് അല്ലെ അതിന്റെ ഏതെങ്കിലും ഭാഗമൊക്കെ അടച്ചിടേണ്ടതായിട്ട് വരും. കാരണം ഇത്ര സമയം അവിടെ അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് ചില സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഇതെന്ന് പറഞ്ഞാൽ പാലിക്കണം അല്ലെ. ഡേഞ്ചറസ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാനായിട്ട് ഹോസ്പിറ്റലുകാര് ബാധ്യസ്ഥരാണ്. ഇൻ കേസ് അവര് അത് പാലിച്ചിട്ടില്ല എങ്കിൽ ഫൈനും പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ലീഗൽ ആക്ഷന് എന്താണ് നിയമ നടപടികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെ സംസ്ഥാനത്തിന്റെയും അതേമാതിരി തന്നെ ഹോസ്പിറ്റല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ലൊക്കാലിറ്റി ചിലപ്പോൾ പഞ്ചായത്തിലായിരിക്കും, ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിലായിരിക്കും. ഏത് പ്ലേസിലാണെങ്കിലും അവരുടെ പെർമിറ്റ് വേണം. നമ്മളിപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ ആവശ്യമാണ്? പെർമിഷൻ ആവശ്യമാണ് അല്ലേ. നമ്മൾ ഇവിടെ വീട് വെക്കണമെങ്കിൽ എന്താണ്, അതായത് നമ്മൾ ഏത് പ്ലേസിലാണോ ആ ലൊക്കാലിറ്റിയുടെ പെർമിഷൻ വേണം ഇല്ലേ. പെർമിഷൻ വേണേ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിലെ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റ് ആണെങ്കിൽ, ഹസാർഡ് വേസ്റ്റ് എന്ന അപകടകരമായ വേസ്റ്റ് ആണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യണമെങ്കിലും ലൊക്കാലിറ്റിയിലേക്ക് പെർമിഷൻ വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ മസ്റ്റ് ഗെറ്റ് പെർമിറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ടു ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ് ഓഫ് അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ്. കാരണം നമുക്കറിയാം ചില അപകടകരമായ വേസ്റ്റ് ഒക്കെ ചിലപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് വലിയ വലിയ അപകടം സംഭവിക്കും. ഒരു വിസ്ഫോടനം തന്നെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പൊ ആ ഭാഗത്തൊക്കെ പൊല്യൂട്ടഡ് ആവും അല്ലെ. മൊത്തത്തില് ജനങ്ങളെയൊക്കെ നമുക്കറിയാം അപ്പൊ തന്നെ പൊടി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല പോകുന്നത്, വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തേക്കും പോകും അല്ലെ. ആ ഭാഗം ഭരിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്കും പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെർമിഷൻ കൊടുക്കാനായിട്ട് ഇവർക്ക് അധികാരമുണ്ട്. അവര് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റ് വസ്തുക്കളാണ് എങ്കിൽ നമുക്കറിയാം അത് ഇൻസ്പെക്ട് ഒക്കെ ചെയ്ത് അല്ലെ, ആ ഒരു ഇൻസ്പെക്ഷനൊക്കെ കൊണ്ടുവന്ന് അവരെയൊക്കെ നിയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ അത് ഇൻഫോം ചെയ്യും. ആ രീതിയിൽ മാത്രമാണ് ആ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇതിലത് തന്നെയാണ് പറയുന്നത്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. Hospital must get a permit from state and local authorities to handle dispose of unsafe waste, including spillage waste. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റും അതിൽ പെടുന്ന കാര്യം തന്നെയാണ്. കാരണം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ലൊക്കാലിറ്റിയിലെയും സ്റ്റേറ്റിലേക്ക് പെർമിഷൻ ആവശ്യമുണ്ടാവും ഇതിന്റെ നശീകരണത്തിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. Workers who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulations. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ അല്ലെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ആ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അത് മാത്രമല്ല ഇതിന്റെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അല്ലെ, നശിപ്പിച്ച് കളയുന്ന നടപടിക്രമങ്ങൾ അത് കൃത്യമായിട്ട് ഈ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് നമുക്കറിയാം EPA-യുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ ഹോസ്പിറ്റലുകാർ ഇറക്കിയിട്ടുണ്ടാവും. ആ പോളിസി മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മാത്രമാണ് അത് നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ. അപ്പൊ അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന പേഴ്സൺസിന്റെ മസ്റ്റായിട്ട് അല്ലെ അവരുടെ കാര്യമാണ്. അവര് ട്രെയിനിങ് ആയിട്ടുള്ള പേഴ്സൺസ് അത് പാലിച്ചുകൊണ്ട് മാത്രമാണ് ഈ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അവരത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. ട്രെയിനിങ് കിട്ടിയ ആൾക്കാര് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Emerging trends and technologies in spillage waste management.
നമ്മൾ കണ്ടായിരുന്നു അല്ലെ, പുതിയ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, തുടങ്ങുന്ന കാര്യത്തിലൊക്കെ പുതിയ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി ഡെവലപ്മെന്റ് അല്ലെ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ആയതുകൊണ്ട് തന്നെ വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനും ടെക്നോളജിയിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. അതിലെന്താ പറയുന്നത്? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീങ് awarded to handle danger waste safely and skillfully. അപ്പൊ അത് എന്താണ്? സേഫ് ആയിട്ടും അതേമാതിരി തന്നെ കഴിവിറ്റ രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? വേസ്റ്റുകളെ അല്ലെ, വേസ്റ്റുകൾ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ സേഫ് ആയിട്ടും സുരക്ഷിതമായിട്ടും അതേമാതിരി തന്നെ കഴിവിറ്റ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതിലെന്താ പ്രധാനമായിട്ട് ചെയ്യുന്നത്? ദിസ് ക്യാൻ ഹെൽപ്പ് ലിസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് മേക്ക് ബെറ്റർ ദ അക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. അതായത് നമുക്കറിയാം റോബോട്ടിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പം വർക്കേഴ്സിന് സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെ അല്ലെ, അപകടം വരാൻ അപകടങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വർക്കേഴ്സിന്റെ സുരക്ഷ മുൻനിർത്തി അവരെന്താണ് ഈ റോബോട്ടുകളുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മള് ആക്യുറസിയോടുകൂടി, കൃത്യതയോട് കൂടിയിട്ടും സ്പീഡോട് കൂടിയിട്ടും വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യും. നമുക്കറിയാം വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ റോബോട്ടിന്റെ സഹായത്തോടു കൂടി തന്നെ ഏത് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നത് ആ വേസ്റ്റ് ബിന്നിൽ തന്നെ സ്പീഡോട് കൂടിയിട്ട് ആക്യുറസി കൃത്യതയോട് കൂടിയിട്ട് വേസ്റ്റുകളൊക്കെ എടുത്ത് അതിലേക്കൊക്കെ നിക്ഷേപിക്കും. അപ്പൊ അവിടെ ആരുടെ എഫേർട്ടിന്റെ ആവശ്യമില്ല, വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് ആരുടെ സഹായം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഒന്ന് പോയിന്റ് ഒന്നുകൂടി നോക്കാം. ഇത്തരത്തിലുള്ള അപകടകരമായ വേസ്റ്റ് ഹ്യൂമന്റെ അപ്പൊ ഹ്യൂമന്റെ ആവശ്യകതയില്ല. കാരണം എന്താ? ഹ്യൂമന്റെ സുരക്ഷ മുൻനിർത്തി അല്ലെ, ഹ്യൂമന്റെ ആരോഗ്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? റോബോട്ടുകളെയാണ്. അപ്പൊ റോബോട്ടുകൾ എന്താണ്? അത് ആക്യുറസിയോട് കൂടിയിട്ട് കൃത്യതയോട് കൂടിയും ഒപ്പം തന്നെ സ്പീഡിലും അതെന്ത് ചെയ്യും? അവർ ഈ തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുമെന്നുള്ളൂ, നിർമ്മാർജ്ജനം ചെയ്യുമെന്നുള്ളൂ. അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്, വിച്ച് ടെക്നോളജീസ് ആർ ബീങ് awarded to handle dangerous waste safely and skillfully. സേഫ് ആയിട്ടും സ്കിൽഫുള്ളി ആയിട്ടും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഏതാണ്? അതാണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജി. നെക്സ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് റോബോട്ടിക് ഓട്ടോമേഷൻ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ബയോ റെമഡിയേഷൻ. ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു രീതി അല്ലെ. This technology uses a natural biological process to break down dangerous waste. അതായത് നാച്ചുറൽ ആയിട്ടുള്ള എന്തോ സംതിങ് അല്ലെ പ്രോസസ് വഴിയാണ് വലിയ ഡേഞ്ചറസ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. This can be effective and environmental friendly approach to spillage waste management. അതായത് ഇതിലെ ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ വലിയ ഈ അസംസ്കൃത ഈ തരത്തിലുള്ള വേസ്റ്റ് വസ്തുക്കളെ അത് വിഘടിക്കാനായിട്ട് അല്ലെ, ചെറുതായിട്ടൊക്കെ വിഘടിച്ചു പോകാനൊക്കെ ആയിട്ട് ബയോളജിക്കൽ നമുക്കറിയാം പ്രകൃതിദത്തായ ചില ഫംഗസുകളെ വൈറസുകൾ എന്തെങ്കിലുമൊക്കെ ചെറുതായ പ്രകൃതിയെ തന്നെ ഇണങ്ങി നശിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്കറിയാം വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള സൂക്ഷ്മജീവികളൊക്കെ ഇറക്കി നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ് ബയോ റെമഡിയേഷൻ രീതി. അതായത് ടെക്നോളജി യൂസസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ് അല്ലെ, പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ് സംരക്ഷിച്ചു പോകാൻ. അപ്പൊ നമ്മൾ എന്താണ് ഡേഞ്ചറസ് ആയിട്ട് അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെ അതിനെ എന്താണ് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ജീവികളെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമ്പോൾ എന്താണ് പ്രകൃതിക്ക് ദോഷം സംഭവിക്കുന്നില്ല, പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ, പക്ഷെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ആ ഒരു രീതിയെയാണ് എന്തെന്ന് പറയുന്നത് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. വിച്ച് ടെക്നോളജി യൂസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെ, വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എങ്ങനെയാണ് ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ബ്രേക്ക് ഡൗൺ വരുത്തുന്നത്. ഓക്കെ ആണോ? ബയോ റെമഡിയേഷൻ
റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ പറഞ്ഞു. ബയോ റെമഡിയേഷൻ നെക്സ്റ്റ് പോയിന്റ് ആണ്. ക്ലിയർ ആയോ? 4 പോയിന്റേ ഉള്ളൂ. അപ്പൊ ഓരോ രീതിയും നിങ്ങൾ മനസ്സിലാക്കി പോവുക. ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ദിസ് ടെക്നോളജി യൂസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ അതിനെ വിഘടിപ്പിക്കുന്നു. എങ്ങനെയുള്ള രീതിയിലൂടെ? നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ, പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള രീതിയിൽ. പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള രീതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിക്ക് ദോഷം തരാത്ത തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ വിഘടിപ്പിക്കുന്നു എന്ന്. ക്ലിയറായോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ ഗാസിഫിക്കേഷൻ ആണ്. പ്ലാസ്മ എന്നുള്ളത് ഈ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാല് പ്ലാസ്മ ഗാസിഫിക്കേഷൻ ആണ്. Plasma gasification. Plasma gasification എന്താ പറയുന്നത്? Plasma gasification is a process that use high temperatures to break down unsafe waste, including spillage waste into its constituent components. അതായത് നമുക്ക് കത്തിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന പദാർത്ഥമാണ് എങ്കിൽ, അല്ലെ, തീ കൊടുത്ത് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന പദാർത്ഥമാണെങ്കിൽ കൂടുതൽ ചൂട് കൊടുത്ത് അതിനെ നശിപ്പിച്ച് കളയുന്ന രീതി. അപ്പോഴെന്താ പ്രത്യേകത? എന്താണ്? Plasma gasification. Plasma gasification is a process that uses a high temperature to break down unsafe waste, including spillage waste, into consistent components. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. അതായത് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ചവറ അല്ലെ, പറമ്പൊക്കെയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് ചവറ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി അടിച്ചു കുത്തിയിട്ട് തീ കൊടുക്കും. അല്ല, അങ്ങനെയൊക്കെ കാണാറുണ്ടോ? കത്തിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു രീതി. അതിലൂടെ ചിലപ്പോ ചിലര് എന്താണ് ഈ പറഞ്ഞ വേസ്റ്റുകളെല്ലാം വളമാക്കിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. അതായത് ചവറുകളൊക്കെ. അതല്ലാത്തവര് എന്താണ് ഒന്നിച്ച് കൂട്ടിയൊക്കെ കത്തിക്കും അല്ലെ. കത്തിക്കുമ്പോൾ ഒരുപാട് വേസ്റ്റിനെ നമുക്ക് എന്തായിട്ട് വേസ്റ്റ് തന്നെയാണ് കത്തിച്ച് ചാരമായിട്ട് വരുമ്പോഴും വേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ എമൗണ്ട് അല്ലെ, ബൾക്കായിട്ടുള്ള ഒരു സംഭവത്തിനെ നമ്മൾ ചെറുതാക്കിയുള്ള രീതിയിലേക്ക് ആക്കി അല്ലെ. അത്തരത്തിലുള്ള വേസ്റ്റിനെ ഒരുപാട് കൂന പോലെയുള്ള സംഭവത്തിനെ അല്ലെ അതിനെ കത്തിച്ചു കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള വേസ്റ്റ് ആക്കി മാറ്റി അല്ലേ. അങ്ങനെയല്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ ബൾക്കായിട്ടുള്ള വേസ്റ്റിനെ അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ, വോളിയം അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ലിസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആൻഡ് again valuable materials for use. അതിൽ ഇനിയിപ്പോ കത്തിച്ച് നശിപ്പിച്ചൊക്കെ കളഞ്ഞ് കൊണ്ടുവരുമ്പോൾ അതിൽ ഇനി കത്തിച്ചിട്ട് നശിച്ചു പോകാത്ത വാല്യുബിൾ ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് എന്തായെങ്കിൽ അത് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് നമുക്കറിയാം. ചാരമായിട്ട് അവശേഷിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം കത്തി പോകാത്ത സാധനങ്ങൾ ഉണ്ടാവും. അത് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്, റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ ഹൈ ടെമ്പറേച്ചർ ആണ് കടത്തി വിടുന്നത്. ആ ഹൈ ടെമ്പറേച്ചറിൽ നശിപ്പിച്ച് കളയുകയാണ് ആ ടെമ്പറേച്ചർ കൊടുത്ത് ആ ഒരു ഡേഞ്ചറസ് വേസ്റ്റിനെ. അത് അങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ മാത്രമാണ് കേട്ടോ അതിന് പെർമിഷനൊക്കെ ഉണ്ടാവും. കത്തിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന മാത്രമേ നശിപ്പിച്ച് കളയാൻ പറ്റുകയുള്ളൂ. ദെൻ എന്താണ് ഇങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ആയിട്ട് വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം. 3 പോയിന്റ് ജസ്റ്റ് വായിക്കാം, ബാക്കിയുള്ള പോയിന്റ് എടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആയോ?
മൂന്ന് പോയിന്റ് നമ്മൾ പറഞ്ഞു, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ബയോറെമഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഗ്രീൻ കെമിസ്ട്രി ആണ്. ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളത് നോക്കാം. ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് aims at reducing the use and generation of dangerous substances. അതായത് ഇതിന്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് നമുക്കറിയാം, കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ വേസ്റ്റിലും എന്തുണ്ടാവും? അതായത് കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് കൂടിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ആയിട്ട് നമ്മൾ പുറന്തള്ളുമ്പോഴും എന്ത് കണ്ടന്റ് ആയിരിക്കും കൂടുതലായിട്ട് വരിക? കെമിക്കൽ കണ്ടന്റ്. ഓക്കെ. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലാണ് ഉപയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും വേസ്റ്റ് ആയിട്ട് വരുമ്പോഴും പ്രകൃതിക്ക് ഇണങ്ങുന്ന വസ്തുക്കളായിരിക്കും വേസ്റ്റ് ആയിട്ട് വരുന്നത്, സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആ കണ്ടന്റുകളിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ മാത്രമാണ് അല്ലെ. കെമിക്കൽ കണ്ടന്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വേസ്റ്റ് വരുമ്പോഴും കെമിക്കൽ കണ്ടന്റ് കൂടുതലായിരിക്കും. അതേസമയം പ്രകൃതിക്ക് ഇറങ്ങുന്ന വസ്തുക്കളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ, ഒരു എക്സാമ്പിൾ ഒക്കെ പേപ്പർ ബാഗ് ഒക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് അല്ലേ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? പേപ്പർ ബാഗ് ഉപയോഗിക്കാനായിട്ട് നമ്മളോടൊക്കെ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉപകാരമില്ല. പേപ്പർ ബാഗ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? റീയൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയണം, പ്ലാസ്റ്റിക് പ്രോബ്ലം അല്ലെ ഒഴിവാക്കാൻ. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഡേഞ്ചർ ആണ് അല്ലെ. നമുക്ക് പ്ലാസ്റ്റിക് കത്തിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ദോഷമാണോ ഗുണമാണോ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പ്രകൃതിക്ക് ദോഷമാണോ ഗുണമാണോ? ദോഷമാണ് അല്ലെ. അതേസമയം പേപ്പർ നശിപ്പിച്ച് കളയാണ് ഇൻ കേസ് അത് പേപ്പർ കത്തിച്ച് നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിക്ക് വലിയ പ്രോബ്ലം ഇല്ല അല്ലെ. അതുകൊണ്ടാണ് പേപ്പർ ബാഗ് കൂടുതൽ ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് എന്താണ് നമുക്കറിയാം, വേസ്റ്റ് ആയിട്ട് നമ്മളത് വലിച്ചെറിഞ്ഞ് കളയും. റീയൂസിന് വേണ്ടിയിട്ടൊക്കെ വളരെ നമുക്കറിയാം, ഇപ്പോ എല്ലാ പഞ്ചായത്തുകളിലൊക്കെ ഹരിതകർമ്മസേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ കളക്ട് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ കൂടിയും കുറെയൊക്കെ എന്താണ് കത്തിച്ചൊക്കെ നശിപ്പിച്ചൊക്കെ കളയും. അതേസമയം പേപ്പറാണ് അങ്ങനെ കത്തിച്ച് നശിപ്പിച്ച് കളയണമെങ്കിൽ പ്രകൃതിക്ക് പ്രശ്നമൊന്നും വരില്ല അല്ലെ. അതേസമയം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്കറിയാം, എന്ത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ അത് കത്തിച്ച് നശിപ്പിച്ച് കളയാനായിട്ട്, ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എന്താണ് ലേഡീസ് അതിന് തയ്യാറാവും അല്ലെ. ആ ഭാഗമൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ അത് പ്രകൃതിക്ക് ദോഷമാണ്. അതേസമയം പേപ്പറൊക്കെ ആണെങ്കിൽ അത് പ്രകൃതിക്ക് വലിയ വിഷയം ഒന്നുമില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. എന്താണ് കൂടുതൽ കെമിക്കൽ കണ്ടന്റ് കൂടിയ സാധനങ്ങളൊക്കെയാണോ ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ വേസ്റ്റ് ആയിട്ട് വരുമ്പോഴും കെമിക്കൽ കണ്ടന്റ് കൂടുതലായിരിക്കും. അതേസമയം പ്രകൃതിക്ക് ഇണങ്ങുന്ന കണ്ടന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ആയിട്ട് വരുമ്പോഴും പ്രകൃതിക്ക് ഇണങ്ങുന്ന കണ്ടന്റുകളായിട്ട് ആയിരിക്കും തിരിച്ചു വരും അല്ലെ, അതിന്റെ വേസ്റ്റുകളും വരും. അപ്പൊ ആ ഒരു ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് aims at reducing, അത് കുറച്ചുകൊണ്ട് വരിക, the use and generation of a dangerous substance. അങ്ങനെ വരുമ്പോൾ അത് കുറച്ചുകൊണ്ട് വരുമ്പോൾ ഡേഞ്ചറസ് സബ്സ്റ്റൻസിലും അല്ലെ അത് അത്രയും കുറച്ച് തന്നെയാണ് കണ്ടന്റുകൾ ഉണ്ടാക്കുകയുള്ളൂ. This can help doing down the amount of a dangerous waste produced, including leakage waste. അപ്പൊ നമ്മളിങ്ങനെ വേസ്റ്റ് ആയിട്ട് പുറന്തള്ളുന്ന വസ്തുക്കളില് ഡേഞ്ചറസ് വേസ്റ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമല്ലോ. കാരണം കെമിക്കൽ കണ്ടന്റ് കുറവാണ് എങ്കിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിച്ചത്? പറയാം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ ഗ്ലൗസ് വേണം, പിന്നെ മാസ്ക് കഴിവില്ലേ, നമുക്ക് മാസ്കുകൾ വേണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ട് പല വസ്തുക്കളും ഉണ്ടാവും അല്ലെ. നമ്മളിതെല്ലാം പുതിയ പ്ലാസ്റ്റിക് സംഭവങ്ങൾ അല്ലെങ്കിൽ മാസ്കുകളിലൊക്കെ പുതിയ പ്ലാസ്റ്റിക് പുതിയ കെമിക്കൽസ് കൂടിയ സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാം ഓരോ ഉപയോഗത്തിന് ശേഷം അത് വേസ്റ്റ് ആയിട്ട് പുറന്തള്ളാനുള്ളതാണ് അല്ലെ.
അപ്പൊ അത് എന്ന് പറയുന്നത് നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡേഞ്ചർ ആണായിരുന്നു. അതേസമയം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൂടിയ സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഗ്ലൗസുകളിലാണെങ്കിലും കൂടുതൽ പ്ലാസ്റ്റിക് കൂടിയ കണ്ടന്റ് അല്ലാതെ കുറച്ച രീതിയിൽ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഏത് സാധനങ്ങളാണ്, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. മെഡിസിൻ ആണെങ്കിൽ നമുക്കറിയാം, മെഡിസിനിൽ ഇത് വീര്യം കൂടിയ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ചെറിയ രീതിയിൽ മെർക്കുറി, ലെഡ് എന്നുള്ള രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, രോഗനിർണയങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് വേറൊരു രീതി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, വേറൊരു സൊല്യൂഷൻ ഉണ്ടായെങ്കിൽ, അത് നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ വേസ്റ്റ് എന്താണ്, പ്രകൃതിക്ക് ഇണങ്ങുന്ന വേസ്റ്റുകളായിരിക്കും തീർച്ചയായിട്ടും അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ കണ്ടന്റ്, കെമിക്കൽ കണ്ടന്റ് കുറച്ചുകൊണ്ട് വരിക ഏത് ഉപയോഗത്തിൽ. നമ്മളിപ്പോ ഒരു പൗഡർ ആണെങ്കിലും നമുക്കറിയാം അതിൽ കുറച്ച് അല്ലെ കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എണ്ണകളില് അല്ലെങ്കിൽ ഷാമ്പുകളില് കെമിക്കൽ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രകൃതിക്ക് ദത്തമായ ഷാമ്പു ഒക്കെ ഉണ്ട് അല്ലേ, അല്ലെ ശരിയല്ലേ? കെമിക്കൽ കൂടിയ വസ്തുക്കളുമുണ്ട്, പ്രകൃതിദത്തായ അല്ലെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വസ്തുക്കളുമുണ്ട്. അപ്പൊ അത് വേസ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ്, കെമിക്കൽ കൂടിയ കണ്ടന്റുകളാണ്, കെമിക്കൽ വേസ്റ്റ് ആയിരിക്കും. പ്രകൃതിദത്തായ വേസ്റ്റ് ആണെങ്കിൽ എന്താണ്, അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന വേസ്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തു കൂടുതൽ കെമിക്കൽ കൂടുതലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള അസ്വസ്ഥത വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. കിട്ടിയോ? ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നാനോ ടെക്നോളജിയാണ്. നാനോ ടെക്നോളജിയിൽ എന്താണെന്ന് നോക്കാം. ഒരു പോയിന്റില് നാനോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്കറിയാലോ ചെറിയ എന്നുള്ളത്. നാനോ ടെക്നോളജി is being developed to give more effective and environmental friendly solution for dangerous waste management. അതായത് ഇത്തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ അതിന്റെ ഒരു സൊല്യൂഷൻ പ്രകടിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ ഉപയോഗിക്കാൻ. കാന്തം പോലുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ എന്താണ്, ആ ചെറിയൊരു കാന്തം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കളക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഡിസ്പോസ് ചെയ്യുന്ന പ്ലേസിലേക്കൊക്കെ നമുക്ക് നിക്ഷേപിക്കാം. അപ്പൊ എന്താണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വലിയ അപകടങ്ങളൊന്നും സംഭവിക്കില്ല. For example, nanoparticles can be used selectively to pick a hazardous substance, making them easier to eliminate and dispose of. ഒരു എക്സാമ്പിൾ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് നമ്മളൊരു നാനോ എക്യുപ്മെന്റ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വസ്തുക്കളൊക്കെ സേഫ് ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഉപകരണം മെത്തേഡൊക്കെ ആയിരിക്കും. അപ്പൊ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോബോട്ടിന്റെ സഹായത്തോടു കൂടിയിട്ട് ഡേഞ്ചറസ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാത്രമേ തന്നെ ഈ നാനോ ടെക്നോളജിയിൽ യന്ത്രങ്ങളില് ചെറിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മോഡേൺ ആയിട്ടുള്ള കാലഘട്ടമായതുകൊണ്ട് തീർച്ചയായിട്ടും മോഡേൺ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ വേർതിരിച്ച് കൊണ്ടുപോയി അല്ലേ. അപ്പൊ അവിടെ എന്താണ്, ഹ്യൂമന്റെ സേഫ്റ്റി അല്ലെ, മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ യന്ത്രങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം എല്ലാ പോയിന്റ്സും. പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഒരുപാട് ചവറുകള് ഒന്നിച്ച് നമ്മൾ കത്തിച്ച് നശിപ്പിക്കുമ്പോൾ അത് എന്താണ്, ബൾക്കായിട്ടുള്ള എമൗണ്ട് കുറച്ച് വിപുലീകരിച്ചു വരും അല്ലെ, അത് കുറഞ്ഞു വരും. ചാരമായിട്ട് മാറുമ്പോൾ അത് കുറയുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ മാത്രമേ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ഉള്ളില് എന്തെങ്കിലും ടെമ്പറേച്ചർ അല്ലെ ചൂട് കടത്തി വിടുമ്പോൾ ആ വലിയ വോളിയം ഓഫ് എമൗണ്ടിനെ എന്താണ്, കുറച്ച് വോളിയമാക്കി അതിന്റെ ആ ഒരു അല്ലെ അളവ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കടത്തി വിടുമ്പോൾ ചിലതെല്ലാം ആ ചൂടോടുകൂടി നശിച്ചു പോകുന്നില്ല അല്ലെ. ചൂട് കൊടുക്കുന്നതോടുകൂടി ഇപ്പൊ കത്തിക്കുകയാണെങ്കിൽ കത്തിക്കുന്നതോട് കൂടിയിട്ട് ചില വസ്തുക്കൾ നശിച്ചു പോകില്ല. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു
ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് നശിപ്പിച്ച് കളയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ വല്ല പാത്രങ്ങളോ എന്തെങ്കിലും ക്ലീൻ നശിച്ചു പോകാത്ത കത്തിച്ചിട്ട് പ്ലാസ്റ്റിക് പോലത്തെയുള്ള സംഭവങ്ങളല്ല, അല്ലാത്ത തരത്തിലുള്ള സ്റ്റീൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അത് കത്തി നശിച്ചു പോയിട്ടുണ്ടാവില്ല. ശരിയല്ലേ? ആണോ? ഞാൻ വെറുതെ പറയുന്നതാണോ? ഓക്കെ. അപ്പൊ ആ നശിച്ചു പോകാത്ത വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കാം അല്ലെ? ആരെങ്കിലും വരുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ടിലാണെങ്കിലും അത് സെയിൽ ചെയ്യും, അവരത് റീയൂസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകും അല്ലെ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഇത് തന്നെയാണ് ഹോസ്പിറ്റലിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളിലും എന്താണ് ചൂട് മർദ്ദം കടത്തിവിട്ട് അല്ലെ? ചൂട് കടത്തിവിട്ടിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റിന്റെ വോളിയം വെച്ച് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ അതില് ചൂട് കടത്തി വിടുമ്പോൾ അല്ലെങ്കിൽ കത്തിച്ച് നശിപ്പിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന നശിച്ചു പോകാത്ത വസ്തുക്കൾ ഉണ്ടായെങ്കിൽ അത് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. Plasma gasification is a process, ഒരു പ്രോസസ് ആണ്. That use a high temperature to break down unsafe waste, including spillage waste, into its constituent components. എല്ലാ കമ്പോണൻസിലേക്കും അത് ആ ടെമ്പറേച്ചർ കടത്തിവിടുകയാണ്. This technology can minimize the volume waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. അപ്പൊ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താണ് ഇതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് സബ്സ്റ്റൻസിന്റെ റിസ്ക് അതും കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. വീണ്ടും എന്താണ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഈ ഒരു സ്പില്ലേജ് വേസ്റ്റിന്റെ ഈ ഒരു ഭാഗം ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നിർത്തി ഓരോ പോയിന്റ് വൈസ് ആയിട്ടൊക്കെ തന്നെ പറഞ്ഞു തന്നത്. മറ്റേത് നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഇത് പിന്നെ ഓരോ സ്പില്ലേജ് വേസ്റ്റ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കുക, എന്തെങ്കിലും ചോദിച്ചു പോകാം. പോയിന്റ്സ് ഒക്കെ ഇതെല്ലാം നോട്ട് ചെയ്ത് പോകുക അല്ലെ? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെക്നോളജി ആണ് ബീയിങ് പ്രൊവൈഡ് ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി. ചിലപ്പോൾ ഡാഷ് ഇതുപോലെ ഒക്കെ ടെസ്റ്റിലൊക്കെ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തിയേക്കാം. ചിലപ്പോൾ അങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. അതേമാതിരി തന്നെ എന്താണ് ബയോളജിക്കൽ പ്രോസസ്സിനോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇത് അല്ലെ രീതി എന്ന് പറയുന്നത് ബയോ റെമഡിയേഷൻ പ്രോസസ് ആണ്. ചിലപ്പോഴൊക്കെ ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. എല്ലാത്തിനെയും ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന വേസ്റ്റിൽ കൊടുത്ത് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴും പ്ലാസ്മ ഗാസിഫിക്കേഷൻ. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെമിക്കൽ കണ്ടന്റ് ലഘൂകരിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത്. നാനോ ടെക്നോളജി ആണെങ്കിലും നമുക്കറിയാം ആ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടിയിട്ട് സ്പില്ലേജ് വേസ്റ്റിലേക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പേരുകള് ജസ്റ്റ് ഓർത്ത് പഠിച്ചു വെക്കാം. റോബോട്ടിക് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സാമ്പിൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൂട് ഞാൻ ഹോസ്പിറ്റലിലെ എക്സാമ്പിള് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം ഞാൻ ജസ്റ്റ് പുറത്തുനിന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. കാരണം ബാങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ചില മിക്കപ്പോഴും ഇതിന്റെ ഒരു പെർമിഷനോടും കൂടിയിട്ടായിരിക്കും ഈ ഡേഞ്ചറസ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യും. അപ്പൊ ഹോസ്പിറ്റലിന്റേതായ കുറച്ച് നിയമ നടപടികളും വ്യവസ്ഥകളും ഉണ്ടാവും അല്ലേ? അപ്പൊ അവര് ആ പോളിസി നിയമം അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഈ വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത് എല്ലാ ഹോസ്പിറ്റലും ഫോളോ ചെയ്യണമെന്നുണ്ടാവില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിന്റെ പോളിസി ഉണ്ടാവും. ആ പോളിസിയുടെ മാത്രമാണ് ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.
ലബോറട്ടറി ആണോ അല്ലെ നിങ്ങൾക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഒരു പോർഷൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതെടുക്കാം.